നിന്നെ മറന്ന് എന്ന് പറഞ്ഞത് സത്യമല്ലായിരുന്നു. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയേക്കാം, പക്ഷേ അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. ഒരുപാട് സംസാരിച്ചിരുന്ന ഒരാൾ ഇന്ന് ഒരു മെസ്സേജ് പോലും അയക്കാറില്ല. ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാൾ ഇന്ന് നമ്മൾ ആരാണെന്ന് പോലും അറിയാത്ത പോലെ പെരുമാറുന്നു. പക്ഷേ സത്യം എന്താണെന്ന് അറിയാം. ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടാണ്. നീ അവരെ മറക്കുന്നുവെന്ന് ലോകത്തോട് പറയാം, അല്ലെങ്കിൽ മറന്നുവെന്ന് പറയാം. പക്ഷേ രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവരുടെ ഓർമ്മ വന്നാലും മനസ്സിപ്പോഴും ഒന്ന് ശബ്ദമാണ്. അവർ തിരികെ വരുമോ എന്നറിയില്ല. പക്ഷെ ഒരിക്കൽ സത്യസന്ധമായിട്ട് സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഹൃദയം ഒരു ചെറിയ കോഡിൽ എന്നും ഉണ്ടാവും എന്നതാണ്. അതുകൊണ്ടാണ് തിരികെ വരാത്ത ഒരാളെ കാത്ത് നിന്റെ ജീവിതം നിർത്തിവെക്കുന്നത്. അവരെ സ്നേഹിച്ചതിന് നന്ദി പറയും, പക്ഷേ ഇനി നിന്നെയും സ്നേഹിക്കാൻ പഠിക്കും. കാരണം ചില പ്രണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒപ്പം നടക്കാനല്ല വരുന്നത്, നമ്മെ മാറ്റിമറിച്ച് കടന്നു പോകാനാണ് വരുന്നത്. അതായത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അല്ലെ, നമുക്ക് വിചാരിക്കുന്ന, നമുക്ക് ഫെയർ ആവുന്ന രീതിയിൽ എപ്പോഴും കാര്യങ്ങൾ വരുന്നത് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അതായത് ചിലപ്പോൾ അവർ നമ്മളെ മറക്കുന്നത് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം. ഓക്കെ, കാരണം അവർക്കിപ്പോ ആ സിറ്റുവേഷൻ ആയിരിക്കില്ല. അവരുടെ വീട്ടിലായിക്കോട്ടെ, നാട്ടിലായിക്കോട്ടെ, അവരുടെ ബാക്ക്ഗ്രൗണ്ടിലായിക്കോട്ടെ, ഒന്നും നല്ലൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്നേഹത്തെ ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഫോർഗോട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഓക്കെ, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരാൾ സ്നേഹിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ യാതൊരു കാരണവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും, നമുക്ക് ഒരു ഭാരമായി തോന്നാതിരിക്കാനായിരിക്കാം അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു മനുഷ്യന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഒന്നും അവസാനിച്ചു എന്നല്ല പറയുന്നത്, വീണ്ടും വരാം. പക്ഷേ അത് ശേഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള റിയാലിറ്റി കൂടി മനസ്സിലാക്കിയാൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.